ഹായ് സ്റ്റുഡൻസ്, ഹലോ, വെൽക്കം ടു ദ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിൾ. നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം ഈ ചാപ്റ്ററിൽ 3 സെക്ഷൻ ആണ് ഉള്ളത്. അതായത് ഒന്ന് ടിഷ്യൂസ് ആണ്, മറ്റൊന്ന് കോക്രോച്ച് ആണ്, അതേപോലെ തന്നെ ഫ്രോഗ് ആണ്. ഇപ്പോഴും പല കുട്ടികൾക്കും സംശയം, എർത്ത് വോം പഠിക്കണോ പഠിക്കണ്ടേ എന്നൊക്കെ ഉണ്ട്. എർത്ത് വോം നമ്മൾ പഠിക്കേണ്ട, നീറ്റ് സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ടിഷ്യൂസ് ഉണ്ട്, കോക്രോച്ച് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രോഗും ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2 വർഷമായിട്ട്, അതായത് 2025-ലും 2026-ലും ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഫ്രോഗ് എന്ന ഭാഗത്ത് നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എന്ന് പറഞ്ഞാൽ NCERT-യിൽ എന്താണോ ഉള്ളത് അതിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ 2 വർഷമായിട്ട് ചോദിച്ചത്. എങ്കിലും നമ്മുടെ നീറ്റ് സിലബസിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ടിഷ്യൂവും അതേപോലെ കോക്രോച്ച് എന്ന ഭാഗം റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. പക്ഷെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഫ്രോഗ് എന്ന ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, എന്നാലും മറ്റു ഭാഗം കൂടെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അതായത് ഈ ഒരു ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് വരാം. അതായത് ജസ്റ്റ് തിയറി. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഉദ്ദേശം കൊണ്ട്, അതായത് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ ഏരിയ കവർ ചെയ്യാൻ ഒരു എക്സാക്ട് റിവിഷൻ എന്ന അർത്ഥത്തിൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം, ഫോളോ ചെയ്യണം. അതാണ് അപ്പൊ അവിടെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് പെർഫോം പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്നറിയാം. ആനിമൽസിൽ 4 ടൈപ്പ് ടിഷ്യൂ ആണ് ഉള്ളത്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അല്ലെ, അതില് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവരണ കല എന്ന് പറയും മലയാളത്തില്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്ര തരമുണ്ട്, അത് കവർ ചെയ്യാണ്, നമ്മളെ ബോഡി സർഫേസിനൊക്കെ കവർ ചെയ്യുന്ന തരം ടിഷ്യൂ ആണ്. അത് 2 തരമുണ്ട്: സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ സിംഗിൾ ലെയേർഡ് ആണ്, ഒറ്റ ലെയറേ ഉള്ളൂ. അതേപോലെ തന്നെ മൾട്ടി ലെയേർഡ് ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സിമ്പിൾ എപ്പിത്തീലിയത്തിൽ നമ്മൾ 3ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്: സ്ക്വാമോസ് എപ്പിത്തീലിയം. അതിന്റെ പ്രത്യേകത കാണാം: തിൻ സിംഗിൾ ലെയർ. അതായത് നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് സിംഗിൾ ആണ്. തിൻ ലെയർ, ഫ്ലാറ്റ്, തിൻ ആൻഡ് ഫ്ലാറ്റ് സെൽ വിത്ത് ഇറഗുലർ ബൗണ്ടറി. അതായത് ഏകദേശം ടൈൽസ് വിരിച്ചതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് പേവ്മെന്റ് എപ്പിത്തീലിയം എന്ന് ഇതിനെ പറയുന്നത്. ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ലൊക്കേഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊന്ന് ബ്ലഡ് വെസലിന്റെ ഉള്ളിലാണ്, എൻഡോത്തീലിയം. അതുപോലെ എയർ സാക്കിന്റെ പുറത്താണ്, അതായത് കവറിംഗ് എയർ സാക്സ്, ആൽവിയോൾസ്, ആൽവിയോളാർ മെംബ്രെയിൻ എന്ന് പറയുന്നതും. അതുകൊണ്ടാണ് ആ ഡിഫ്യൂഷൻ മെംബ്രെയിൻ, ഡിഫ്യൂഷൻ ഒരു ഫംഗ്ഷൻ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ആൽവിയോളാർ മെംബ്രെയിന്റെ പുറത്തും അതേപോലെ ബ്ലഡ് വെസലിന്റെ ഉള്ളിലുമായിട്ട് ഈ ഒരു എപ്പിത്തീലിയം ഉണ്ട്. അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്, ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ, പ്രധാനപ്പെട്ട ജോലി അതാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ ആണ്. നെഫ്രോൺ, അതായത് കിഡ്നിയുടെ റീനൽ ട്യൂബ്യൂൾ, ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോണിലാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിൽ തന്നെ PCT എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൂടുതലും ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ ആണ്. അതിൽ PCT-യിൽ കൂടുതൽ അബ്സോർപ്ഷൻ വേണ്ടതുകൊണ്ട് ആ ഭാഗത്ത് ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ അടുത്ത എപ്പിത്തീലിയം കൊളുംനാർ എപ്പിത്തീലിയം ആണ്. കോളം ലൈക്ക് സ്പില്ലർ, തൂണ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് ഏതെങ്കിലും ഒരു ഒന്നുകിൽ മുകളിലോ താഴെ ആയിട്ടുണ്ടാവുക, സെൻട്രൽ അല്ല. പിന്നെ അതേപോലെ തന്നെ ഇത് എവിടെയാ കാണുന്നത്? ഇത് സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു ഭാഗം നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈനൽ വില്ലിയാണ്. അപ്പൊ ആ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഇൻഡസ്റ്റൈനൽ വില്ലി എന്ന് പറഞ്ഞ ഈ ഭാഗം ബ്രഷ് ബോർഡേഡ് കൊളുംനാർ എപ്പിത്തീലിയമാണ്. അപ്പൊ ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ കാണുന്നത് PCT-യിലാണെങ്കിൽ ബ്രഷ് ബോർഡേഡ് കൊളുംനാർ കാണപ്പെടുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ്. ഈ 2 ഭാഗത്തും മാക്സിമം അബ്സോർപ്ഷൻ നടക്കും. പിന്നെയുള്ളത് സീലിയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബ്രഷ് ബോർഡേഴ്സ് എന്താ ചെയ്യുക? സർഫേസ് ഏരിയ കൂട്ടി അബ്സോർപ്ഷൻ കൂട്ടുകയാണ്. പക്ഷെ സീലിയ ഒരിക്കലും എന്ത് ചെയ്യില്ല, സർഫേസ് ഏരിയ കൂട്ടുന്നില്ല. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് പാർട്ടിക്കിൾസിനെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തെ തട്ടിക്കൊണ്ടുപോവുകയാണ്. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ചോദിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിയ, അതായത്
റെസ്പിറേറ്ററി ട്രാക്റ്റിലും അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില് റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ആയ ഓവിഡക്ട് ഫെലോപ്പിയൻ ട്യൂബിലും സീലിയേറ്റഡ് എപ്പിത്തീലിയം ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ അതേപോലെ അപ്പൊ നമ്മളെ ചോദ്യം ഇതാണ്, ഇത് സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് റിക്വയർഡ് ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ. ഇതൊരിക്കലും സർഫേസ് ഏരിയ കൂട്ടുന്നില്ല എന്ന കാര്യം ഓർമ്മിക്കുക. ദീസ് സെൽസ് ആർ മെയിൻലി പ്രസന്റ് ഇൻ, എവിടെയാണ് കാണപ്പെടുന്നത് എന്നൊരു ചോദ്യം. നമുക്ക് എന്തു പറയാം, ഇതെവിടെയാ കാണാം? ഫെലോപ്പിയൻ ട്യൂബ് ശരിയാണ്, പാൻക്രിയാറ്റിക് ഡക്റ്റ് അല്ല. യൂസ്റ്റേഷ്യൻ ട്യൂബ് സലൈവറി ഡക്റ്റ് അല്ല. ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ് ആണ് ബൈൽ ഡക്റ്റ്. ബ്രോങ്കിയോൾസ് ആണ്, ബൈൽ ഡക്റ്റ് അല്ല. സോ 3 is the right answer. ബ്രോങ്കിയോൾസ്, റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് ദ ഫീമെയിൽ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അടുത്തത് മോഡിഫിക്കേഷനിൽ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, ഗ്ലാൻഡ്സ് ഫോർ സെക്രീഷൻ. അത് നിങ്ങൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡും മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലുകളായിരിക്കും. അത്തരത്തിലുള്ള സെല്ല് ഉദാഹരണമാണ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ദ അലിമെന്ററി കനാൽ, യൂണിസെല്ലുലാർ ആണ്. എന്നാൽ മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ടാവും. അതിന് ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞ സലൈവറി ഗ്ലാൻഡും പാൻക്രിയാസ്, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗ്ലാൻഡുകൾ? ഈ ചില അപൂർവം ഗ്ലാൻഡുകൾ വെച്ച് ബാക്കിയൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്. അതേപോലെ ഗ്ലാൻഡുകളെ എക്സോക്രൈൻ എന്നും എൻഡോക്രൈൻ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. എക്സോക്രൈൻ ഗ്ലാൻഡിന് ഉദാഹരണമാണ് സലൈവറി ഗ്ലാൻഡോ ലിവറോ ഒക്കെ. എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഉദാഹരണമാണ് പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി. പാൻക്രിയാസ് ഒരു ഹെറ്ററോക്രൈൻ ആണ്. ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പിറ്റ്യൂട്ടറി, തൈറോയിഡ് ഒക്കെ വരും. ഓക്കെ, ഇനി നമ്മൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം എടുക്കുകയാണെങ്കിൽ അത് മൾട്ടി ലെയേർഡ് ആണ്. മൾട്ടി ലെയർ ആവുമ്പോൾ അതിന്റെ പ്രത്യേകത അത് സെക്രീഷനോ അബ്സോർപ്ഷനോ അല്ല അതിന്റെ കാര്യമായ ജോലി. ലിമിറ്റഡ് റോൾ, കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയാം. അതിന് പ്രൊട്ടക്ഷൻ ആണ്, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്. ഇപ്പൊ മെക്കാനിക്കൽ സ്ട്രെസ്സും കെമിക്കൽ സ്ട്രെസ്സും കുറയ്ക്കുക എന്നുള്ള ജോലിയാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇത് ഡ്രൈ സർഫേസ് ഓഫ് സ്കിന്നിൽ കാണുന്നു. അപ്പോൾ അവിടെ മാത്രമാണെന്ന് വിചാരിക്കും, അല്ല, ഡ്രൈ സർഫേസ് ഓഫ് സ്കിന്നിലും ഉണ്ട്. മോയിസ്റ്റ് സർഫേസ് ഓഫ് ബക്കൽ കാവിറ്റി, ഫാരിങ്സ്, ബക്കൽ കാവിറ്റി, ഫാരിങ്സ് ഒക്കെ മോയിസ്റ്റ് സർഫേസിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. അതേപോലെ ലൈനിങ് ഓഫ് സലൈവറി ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്റ്റിലൊക്കെ കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളെ ചോദ്യം ഇതാണ്, കോമ്പൗണ്ട് എപ്പിത്തീലിയം പ്ലേ മേജർ റോൾ ഇൻ സെക്രീഷൻ അബ്സോർപ്ഷൻ. തെറ്റല്ലേ? ലിമിറ്റഡ് റോൾ ഇല്ല എന്ന് തന്നെ വേണേ പറയാം. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്, അത് ശരിയാണ്. കവർ ഓൺലി ഡ്രൈ സർഫേസ് ഓഫ് സ്കിൻ അല്ല, മോയിസ്റ്റ് സർഫേസിലും ഉണ്ട്, അതും തെറ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദ അബൗവ് തെറ്റാണ്. 2 is the right answer here. നമ്മള് ഈ സാധാരണ എല്ലാ ടിഷ്യൂലും കാണുന്ന സെല്ലുകൾക്കിടയ്ക്കാണ് ഒരു ജംഗ്ഷൻ, അതിനെ സെൽ ജംഗ്ഷൻ എന്നാ പറയാ. ആ സെൽ ജംഗ്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂലാണ്. അത്തരത്തിലുള്ള 3 സെൽ ജംഗ്ഷൻ ഏതൊക്കെയാണ്? ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്, ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്, അത് ലീക്കേജ് തടയും, പ്രിവെന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, ലീക്കേജ് തടയും. അഡ്ഹറിംഗ് ജംഗ്ഷൻ ഉണ്ട്, രണ്ടെണ്ണം തമ്മിൽ സിമെന്റ് ചെയ്യും പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല. പിന്നെ മൂന്നാമത്തതാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം, അത് ഈ സെല്ലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കും. ഇപ്പൊ ടൈറ്റ് ജംഗ്ഷൻ സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ലീക്കേജ് തടയുന്നു. അഡ്ഹറിംഗ് ജംഗ്ഷൻ സിമെന്റ് ദ നെയ്ബറിംഗ് സെൽസ് ടുഗദർ. പക്ഷേ ഗ്യാപ്പ് ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ചെറുതും വലുതുമായ എല്ലാ മോളിക്യൂൾസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാപ്പ് ജംഗ്ഷൻ ഈസ് ടു എന്താണ്? പെർഫോം സിമെന്റിംഗ് ടു കീപ് നെയ്ബറിംഗ് സെൽ, അത് അഡ്ഹറിംഗ് ജംഗ്ഷൻ ആണ്. ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അഡ്ജോയിനിങ് സെൽ ബൈ കണക്ടിംഗ് ദ സൈറ്റോപ്ലാസം ഫോർ ദ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺ, സ്മോൾ മോളിക്യൂൾ, ഈവൻ ഇൻ ലാർജ് മോളിക്യൂൾ. ശരിയാണ്. സെപ്പറേറ്റ് ടൂൾസ് സെൽസ് ഫ്രം ഈച്ച് അതർ അല്ല, സ്റ്റോപ്പ് ലീക്കേജ് അല്ല, അത് ടൈറ്റ് ജംഗ്ഷൻ ആണ്. സോ 2 is the right answer here. ഇനി നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എടുക്കുന്ന സമയത്ത് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ രണ്ടായി തിരിക്കാറുണ്ട്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവും. അതേപോലെ തന്നെ മൂന്നാമത്തൊന്ന് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂ പ്രധാനമായും 3 എണ്ണമുണ്ട്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇപ്പൊ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇവിടെ സെൽസും ഫൈബേഴ്സും, അതായത് നിങ്ങൾക്കറിയാം സെല്ലുകൾ ഉണ്ട് അവിടെ, അതേപോലെ ഫൈബേഴ്സ് ആയ കൊളാജൻ ഫൈബർ ഉണ്ട്, എലാസ്റ്റിൻ ഫൈബർ ഉണ്ട്. ഇപ്പൊ സെൽസും ഫൈബേഴ്സും മാട്രിക്സിനകത്ത് ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും, തിക്ലി പാക്ഡ് ആണെങ്കിൽ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും.
ഇപ്പൊ ലൂസ് കണക്റ്റീവ് ടിഷ്യൂന് ഉദാഹരണമാണ് ഏറിയോളാർ ടിഷ്യൂ, അതേപോലെ അഡിപ്പോസ് ടിഷ്യൂ. ഇതിന് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏറിയോളാർ ടിഷ്യൂ അത് എവിടെയാ കാണുന്നത്? സ്കിന്നിനടിയിലാണ് കാണുന്നത്. എന്താണ്? സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഓഫ് എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിന്റെ ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്ന. കാരണം എപ്പിത്തീലിയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല, അവൻ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് ആരിയോള. അപ്പൊ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഓഫ് എപ്പിത്തീലിയം ആണ്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. അതിനകത്ത് കാണുന്ന സെല്ലുകളെ അഡിപ്പോസൈറ്റ് എന്നാണ് പറയുക. ആ സെല്ലുകളുടെ ജോലി എന്താ? സ്പെഷ്യലൈസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ദ ഫാറ്റ് ആണ്. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ബാക്കി വരുന്ന ഫുഡ് ഫാറ്റ് ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂല് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അഡിപ്പോസൈറ്റ് എന്ന്. അപ്പൊ ലൂസ് കണക്റ്റീവ് ടിഷ്യൂന് രണ്ട് എക്സാമ്പിൾ, ഏറിയോളാറും അഡിപ്പോസും. രണ്ടും സ്കിന്നിനടിയിലാണ്, പക്ഷെ രണ്ട് ഫംഗ്ഷൻ ആണ്. പിന്നെ അതേ സമയത്ത് ഇത് കണ്ടോ, അതേ സമയത്ത് ഡെൻസ് എന്ന് പറയുമ്പോൾ അത് ഡെൻസ് റെഗുലറും ഉണ്ട്, ഡെൻസ് ഇറഗുലറും ഉണ്ട്. സെൽസും ഫൈബേഴ്സും തിക്ലി പാക്ഡുമാണ്. മാത്രമല്ല അവിടെ എന്താ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ തിക്ലി പാക്ഡ് മാത്രമല്ല, അവിടെ എന്തുകൂടെ ഉണ്ട്? അത് റെഗുലർ ആവാം, ഇറഗുലർ ആവാം. ഈ തിക്ലി ഉള്ളത് റെഗുലർ പാറ്റേണിലാവാം, ഇറഗുലർ പാറ്റേൺ ആവാം. അതുകൊണ്ടാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ രണ്ടായി നമുക്ക് പറയാം, ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറും. ഡെൻസ് റെഗുലറിന് എക്സാമ്പിൾ ഏതാണ്? ഡെൻസ് റെഗുലർ എന്ന് പറയുമ്പോൾ റെഗുലർ അല്ലെ, നമ്മൾ ഇവിടെ എഴുതാം ഡെൻസ് റെഗുലർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾ പഠിക്കേണ്ടത് ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ആണ്. ടെൻഡൻ, ഇത് പഠിക്കണം. ടെൻഡൻ എന്താ? ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ടു ബോൺ ആണ്. ബോണിനെ മസിലുമായിട്ട്, സ്കെൽറ്റൽ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ. എന്നാൽ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺ ടു ബോണിന്റെ കണക്ഷൻ ആണ്. അപ്പോൾ മസിൽ ടു ബോൺ എന്ന് പറയുന്നത് ടെൻഡനും, ബോൺ ടു ബോൺ എന്ന് പറയുന്നത്, ജോയിന്റിൽ ബോൺ ടു ബോൺ എന്ന് പറയുന്നത് ലിഗമെന്റുമാണ്. ഇത് രണ്ടും ഡെൻസ് റെഗുലർ ആണ്. ഡെൻസ് ഇറഗുലർ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട്. അവിടെ അറേഞ്ച്മെന്റ് ഇറഗുലർ പാറ്റേണിലായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളെ ചോദ്യം ഇതാണ്, നാലാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ? ടെൻഡൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? യെസ്, നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ ബോണും കാർട്ടിലേജും അതേപോലെ തന്നെ ബ്ലഡുമാണ് വരിക. ബോണും കാർട്ടിലേജും ബ്ലഡും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണും കാർട്ടിലേജും സപ്പോർട്ടീവ് ആണ്, എന്നാൽ ബ്ലഡ് ലിംഫൊക്കെ ട്രാൻസ്പോർട്ടീവ് ആണ്. അപ്പൊ അതാണ് സ്പെഷ്യൽ. അപ്പൊ ടെൻഡൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലല്ലോ, അത് റെഗുലർ, ഡെൻസ് റെഗുലർ ആണ്. അഡിപ്പോസ് ടിഷ്യൂ ഡെൻസ് ടിഷ്യൂ അല്ല, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഏറിയോളാർ ടിഷ്യൂ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ശരിയാണ്. കാർട്ടിലേജ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ല, സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 is the right answer here. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ കാർട്ടിലേജും ബോണും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നോക്കൂ, സോളിഡ് ആൻഡ് പ്ലിയബിൾ മാട്രിക്സ് ആണ്. ഫ്ലെക്സിബിൾ കണ്ടാൽ നമുക്ക് ഈ ചെവിയൊക്കെ ഇനിയാക്കി ആക്കാം. അതായത് ഫ്ലെക്സിബിൾ മാട്രിക്സ് ആണ്. സോളിഡ് ആൻഡ് പ്ലിയബിൾ, ഫ്ലെക്സിബിൾ മാട്രിക്സ് ആണ്. റെസിസ്റ്റ് കംപ്രഷൻ ആണ്. കണ്ടോ, നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് മുകളിലേക്ക് തന്നെ വരും. കംപ്രഷൻ അത് റെസിസ്റ്റ് ചെയ്യുന്നു. ഈ സെല്ലുകളെ നമ്മൾ പറയുന്ന പേര് കോൺട്രോസൈറ്റുകൾ എന്നാണ്. സെല്ലുകൾ എന്താ പറയാ? കോൺട്രോസൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ടിപ്പ് ഓഫ് ദ നോസും ഇന്റർവെർട്ടിബ്രൽ ഡിസ്കും ഒക്കെ, അതേപോലെ നമ്മളെ ഈ ഇവിടെ റിബ്സിനെ കണക്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ്? നമ്മുടെ എപ്പിഗ്ലോട്ടിസും ഒക്കെ എന്താണ്? കാർട്ടിലേജിനസ് ടിഷ്യൂ ആണ്. പിന്നെ അതേപോലെ ബോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാർഡ് ആൻഡ് നോൺ പ്ലിയബിൾ മാട്രിക്സ് ആണ്. ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് മാട്രിക്സ് ആണ്. കാരണം കാൽസ്യം അതിലുണ്ട്. അതേപോലെ കൊളാജൻ ഫൈബേഴ്സ്, കാൽസ്യവും കൊളാജൻ ഫൈബേഴ്സുമാണ് എന്തിൽ വരുന്നത്? ബോണിനെ റിജിഡ് ആക്കുന്നത്. എന്നാൽ കോൺട്രോയിറ്റിംഗ് ആണ് എന്ത്? ഈ കാർട്ടിലേജിനെ ഫ്ലെക്സിബിൾ ആക്കി മാറ്റുന്നത്. ബോൺ സെല്ലുകളെ നമ്മൾ, കാർട്ടിലേജ് സെല്ലുകളെ കോൺട്രോസൈറ്റ് എന്ന് പറയുമ്പോൾ കോൺട്രിത്തൈസ് അല്ലെ കാർട്ടിലേജ്, ഓസ്റ്റിത്തൈസ്, ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ ബോൺ സെല്ലാണ്. അത് നിങ്ങൾ പഠിക്കുക. നമ്മളെ ചോദ്യം ഇതാണ്, ഇൻ ഹ്യൂമൻ ദ കാർട്ടിലേജ് എന്താ? കണ്ടെയ്ൻ സോളിഡ് ആൻഡ് പ്ലിയബിൾ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ. സോളിഡ് ആൻഡ് പ്ലിയബിൾ, റെസിസ്റ്റ് കംപ്രഷൻ, ശരിയാണ്. ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോ ഗെറ്റ് റീപ്ലേസ് ബൈ ബോൺ ഇൻ അഡൽട്ട്. പല വെർട്ടിബ്രേറ്റിലുള്ള, പല എംബ്രിയോയിലുള്ള പല ക്രമേണ ഓസിഫിക്കേഷൻ ബോൺ ആയിട്ട് മാറും. ദിസ് ഫൗണ്ട് ബിറ്റ്വീൻ ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം.
ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നു. വെർട്ടിബ്രൽ കോളത്തിന് ഓരോ വെർട്ടിബ്രയുടെ ഇടയ്ക്ക് കാണുന്ന ബോൺസ്, ആ ഇടയ്ക്ക് കാണുന്ന സ്ട്രക്ചർ, അത് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, അത് കാർട്ടിലേജ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് മസ്കുലാർ ടിഷ്യൂ ആണ്. മസിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. ഈ ചിത്രം കണ്ടാൽ ആദ്യത്തെ സിലിണ്ട്രിക്കലായ, സ്ട്രയേറ്റഡ് ആയ, വോളണ്ടറി ആയ മസിൽ ആദ്യത്തെ നോക്കൂ. ആ മസിൽസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. സിലിണ്ട്രിക്കൽ, അൺബ്രാഞ്ചഡ് ആണ്, ബ്രാഞ്ചസ് ഇല്ല, സിലിണ്ട്രിക്കൽ ആണ്, സ്ട്രയേറ്റഡ് ആണ്, ഇടവിട്ട് ഡാർട്ട് ലൈക്ക് ബാൻഡ്സ് ഉണ്ട്. അതേപോലെ വോളണ്ടറി ആണ്, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്, അല്ലെ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, സിൻസിഷ്യമാണ്. അതാണ് സ്കെൽട്ടൽ മസിൽ. ഒറ്റ മസിലെ വോളണ്ടറി ഉള്ളൂ. അടുത്ത രണ്ടാമത്തെ മസിൽ നോക്കൂ നിങ്ങൾ. രണ്ടാമത്തെ മസിൽ ബി എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽ, വിസറൽ മസിൽ ആണ്. അതിന്റെ പ്രത്യേകത അത് സിലിണ്ട്രിക്കൽ അല്ല, ഫ്യൂസിഫോം എന്ന് പറയും, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, വേം ലൈക്ക് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ അതിന് എന്താ കാണുന്നത്? നോൺ സ്ട്രയേറ്റഡ് ആണ്, സ്ട്രയേഷൻ ഇല്ല. അതുകൊണ്ടാണ് അതിനെ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇൻവോളണ്ടറി മസിൽസ് ഓഫ് ദ ബോഡി. നോൺ സ്ട്രയേറ്റഡുമാണ്, ഇൻവോളണ്ടറിയുമാണ്, ഫ്യൂസിഫോമുമാണ്, സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത നിങ്ങൾ കാണുന്നത് സി എന്ന് പറയുന്നത് കാർഡിയക് മസിൽ ആണ്. ആ കാർഡിയക് മസിലിന്റെ പ്രത്യേകത അത് സിലിണ്ട്രിക്കൽ ആണ്, പക്ഷെ ബ്രാഞ്ചഡ് ആണ്. പിന്നെ നിങ്ങൾ കാണുന്നു സ്ട്രയേഷൻ ഉണ്ട്, എന്നാൽ അതേ സമയത്ത് ഇൻവോളണ്ടറി ആണ്. സ്ട്രയേറ്റഡുമാണ്, ഇൻവോളണ്ടറിയുമാണ്. മുമ്പ് പഠിച്ച 2 മസിൽസിന്റെയും സ്വഭാവം ഇതിനുണ്ട്. ഇനി നിങ്ങൾ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ. ആ ജംഗ്ഷനെ പറയുന്ന പേര് ഇന്റർകലക്റ്റഡ് ഡിസ്ക് എന്നാണ്. ആ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ കാർഡിയക് മസിൽ മാത്രമേ ഉള്ളൂ, അത് സ്കെൽട്ടൽ മസിൽസിലും ഇല്ല, സ്മൂത്ത് മസിൽസിലും ഇല്ല. അതേപോലെ ഇത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ആകെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയ മസിൽ സ്കെൽട്ടൽ മസിൽ മാത്രമാണ്. അപ്പൊ സ്മൂത്ത് മസിൽസ് എന്താണെന്നാണ് ചോദ്യം. സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ആണ്, വോളണ്ടറി അല്ല, അതുകൊണ്ട് 1 3 ആണ്. അടുത്തത് ഫ്യൂസിഫോം ആണ്, സിലിണ്ട്രിക്കൽ അല്ല. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. ആൻഡ് നോൺ സ്ട്രയേറ്റഡ് ആണ്, ഇൻവോളണ്ടറി ആണ്, ഫ്യൂസിഫോം ആണ്, നോൺ സ്ട്രയേറ്റഡ് ആണ്, അല്ലെ? അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 6 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ടിഷ്യൂ എന്ന് പറയുന്നത് ന്യൂറൽ ടിഷ്യൂ ആണ്. ന്യൂറൽ ടിഷ്യൂവിനകത്ത് 2 ടൈപ്പ് സെൽസ് ആണുള്ളത്. ഒന്ന് ന്യൂറോൺ എന്ന, കൃത്യമായി ശ്രദ്ധിക്കുക, ന്യൂറോൺ എന്ന കണ്ടക്ടിങ് സെല്ലാണ്. കണ്ടക്ടിങ് സെല്ലാണ്. അതെന്ത് ചെയ്യും? എക്സ്റ്റേണൽ, അതായത് നമുക്ക് സ്റ്റിമുലസ് വന്നാലും ഇല്ലെങ്കിലും അത് എക്സൈറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സൈറ്റേറ്ററി സെൽസുമാണ്, അതേപോലെ കണ്ടക്ടിങ് സെല്ലുമാണ്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കൂട്ടം സെല്ലുകളുണ്ട്, അവയെ നമ്മൾ ഗ്ലിയൽ സെൽ എന്നാണ് പറയുക. ന്യൂറോഗ്ലിയൽ സെൽ, അത് സപ്പോർട്ടിംഗ് സെല്ല് മാത്രമാണ്, അത് കണ്ടക്ട് ചെയ്യുകയോ എക്സൈറ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക. അത് കണ്ടക്റ്റും ചെയ്യില്ല, എക്സൈറ്റ് ചെയ്യില്ല, അത് സപ്പോർട്ടീവ് ആണ്. അപ്പൊ നമ്മൾ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ന്യൂറോഗ്ലിയൽ സെൽ? എന്നാൽ ജസ്റ്റ് ഒരു എന്താ സ്ലൈറ്റ്ലി മോർ ദാൻ 50% കാണുന്നത് ഏതാ? സ്ലൈറ്റ്ലി മോർ ദാൻ 50% എന്ന് പറയുന്നത് ഗ്ലിയൽ സെൽ ആണെന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ എന്താ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ന്യൂറോഗ്ലിയൽ സെൽ? ഫോർമേഷൻ ഓഫ് ന്യൂറോൺ അല്ല, ഡിസ്ട്രക്ഷൻ ഓഫ് ന്യൂറോൺ അല്ല, പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂറോൺ ആണ്, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അല്ല. അത് ഗ്ലിയൽ സെൽ ട്രാൻസ്മിറ്ററി അല്ല, അതായത് കണ്ടക്ട് ചെയ്യൂല, അത് എക്സൈറ്റ് ചെയ്യൂല, അത് സപ്പോർട്ടീവ് ആണ്, പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾ പഠിച്ച ആസ്ട്രോസൈറ്റ്സ്, ന്യൂറോഗ്ലിയൽ സെൽസ്, ന്യൂറോഗ്ലിയൽ സെല്ല്, ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്ന, അതേപോലെ നിങ്ങൾ ഷ്വാൻ സെൽസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? മൈക്രോഗ്ലിയൽ സെല്ലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 7 3 is the right answer. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. ഇനി കോക്രോച്ചിന്റെ ഭാഗത്തിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ, ഇത് കോക്രോച്ചിനെ ജസ്റ്റ് ഒന്ന് പറയാം. കോക്രോച്ച് നോക്കൂ, ഇത് എക്സോസ്കെൽട്ടൺ ഓഫ് കോക്രോച്ച്. കോക്രോച്ച് ബിലോങ് ടു ആർത്രോപോഡ. ആർത്രോപോഡയിലെ എല്ലാ ആർത്രോപോഡയ്ക്കുള്ള ഒരു സ്വഭാവമാണ് ജോയിന്റഡ് അപ്പൻഡേജസ് ആൻഡ് കൈറ്റിനസ് എക്സോസ്കെൽട്ടൺ. ആ എക്സോസ്കെൽട്ടനെ നമ്മൾ സ്ക്ലീറൈറ്റ് എന്നാണ് പറയുക, സ്ക്ലീറൈറ്റ്. ആ സ്ക്ലീറൈറ്റിനെ നമ്മൾ പുറത്ത് ഡോർസൽ സ്ക്ലീറൈറ്റ് ഉണ്ട്, അത് നമ്മൾ എന്ത് പറയും? ടെർഗൈറ്റ് എന്ന് പറയും. വെൻട്രൽ ആയിട്ടുള്ള സ്ക്ലീറൈറ്റ് ഉണ്ട്, അതിനെ സ്റ്റെർനൈറ്റ് എന്ന് പറയും. സൈഡിൽ ഉണ്ടെങ്കിൽ പ്ലൂറൈറ്റ് എന്ന് പറയും. അപ്പോൾ ടെർഗൈറ്റ് ഉണ്ട് ഡോർസൽ, വെൻട്രൽ ആയ സ്റ്റെർനൈറ്റ് ഉണ്ട്, സൈഡിൽ ഉണ്ടെങ്കിൽ ലാറ്ററൽ ആയ പ്ലൂറൈറ്റ്സ് ഉണ്ട്. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മെംബ്രെയിനെ ആർത്രോഡിയൽ മെംബ്രെയിൻ അഥവാ ആർട്ടിക്കുലാർ മെംബ്രെയിൻ എന്നാണ് പറയുക.
ആ ആർട്ടിക്കുലർ മെംബ്രെയിൻ ഉള്ള കാരണത്താലാണ്. അതുപോലെ ഒരു സെഗ്മെന്റിനെ അടുത്ത സെഗ്മെന്റ് ആയി കണക്ട് ചെയ്യുന്നതും ഈ ആർത്രോഡിയൽ മെംബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് കോക്രോച്ചിന് ഇത്രയും ഹാർഡൻഡ് പ്ലേറ്റ്സ് ഉണ്ടായിട്ട് പോലും കോക്രോച്ചിന്റെ ബോഡി ഫ്ലെക്സിബിൾ ആവുന്നത് ആർത്രോഡിയൽ മെംബ്രെയിൻ കൊണ്ടാണ്. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? In the exoskeleton of cockroach, sclerites are joined to each other. സ്ക്ലീറൈറ്റിനെ ജോയിൻ ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചിട്ടാ? ആർത്രോഡിയൽ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, ആർട്ടിക്കുലാർ മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച് കൺസിസ്റ്റ് ഓഫ്. കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് അല്ലെ, ബൈറ്റിംഗ് ആൻഡ് ച്യൂവിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് നിങ്ങൾക്കറിയാം. അതിൽ എന്തൊക്കെ ഉണ്ട്? അപ്പർ ലിപ്പിന് എന്താ പറയാ? അപ്പർ ലിപ്പിനെ നമ്മൾ ലാബ്രം എന്ന് പറയും. ലോവർ ലിപ്പിന് എന്ത് പറയും? ലേബിയം എന്ന് പറയും. അപ്പോൾ ലാബ്രവും ലേബിയവും ശരിയാണ്. പിന്നെ രണ്ട് സൈഡിൽ കാണുന്ന കട്ടിംഗ് ഡിവൈസിനെ നമ്മൾ മാൻഡിബിൾസ് എന്ന് പറയും. അപ്പം മാൻഡിബിളും ഉണ്ട് ഇതിനകത്ത്, ഇതാ ലാബ്രം ഉണ്ട്, മാൻഡിബിൾ ഉണ്ട്, ലാബിയം ഉണ്ട്. പിന്നെ രണ്ട് സൈഡിൽ കാണുന്ന സെൻസറിയായ മാക്സിലയും ഉണ്ട്. പിന്നെ ഉള്ളത് ടങ് ആണ്, ഹൈപ്പോഫാരിങ്സ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇതിൽ ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയല്ലേ? നോക്കൂ, ലാബ്രം ഉണ്ട്, ലേബിയം ഉണ്ട്, ലേബിയവും ലാബ്രവും ടങ്ങും ഉണ്ട്, ലാബ്രം മാക്സില ലേബിയം ഉണ്ട്. പക്ഷേ ലാബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സില, ഹൈപ്പോഫാരിങ്സ് 5 എണ്ണം. അതിൽ 4 എണ്ണവും കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ശരിയായതുകൊണ്ട് നമ്മൾ അതിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള തെറ്റല്ല, കംപ്ലീറ്റ് സെറ്റ് എന്നാ പറഞ്ഞത്. കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ലാബ്രം ഈസ് ദ അപ്പർ ലിപ്പ്, ലേബിയം ഈസ് ദ ലോവർ ലിപ്പ്, കട്ടിംഗ് ഡിവൈസ് മാൻഡിബിൾ ആൻഡ് സെൻസറി മാക്സില, പിന്നെ അതേപോലെ ടങ് ഹൈപ്പോഫാരിങ്സ്. അപ്പൊ അത് ബാക്കി മാക്സിമം ഉള്ളത് ഇതിൽ കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 9 3 is the right answer. ഇനി which of the following feature is used to identify male cockroach from female cockroach? മെയിലും ഫീമെയിലും തിരിച്ചറിയുന്നത് എങ്ങനെ? നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്ക് സാധാരണ സെഗ്മെന്റുകൾ ഉണ്ട് അല്ലെ? ആ സെഗ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ടോട്ടൽ സെഗ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാം, ആ സെഗ്മെന്റിൽ എന്താണുള്ളത്? യൂസ്ഡ് ടു ഐഡന്റിഫൈ മെയിൽ കോക്രോച്ച് ആണ്. അതിൽ നമ്മൾ ഹെഡ്, തോറാക്സ് ആൻഡ് ആബ്ഡമൻ എന്ന 3 ഭാഗങ്ങൾ, അതിലാണ് സെഗ്മെന്റ്സ് ഉള്ളത് അല്ലെ? മൊത്തത്തിൽ ഹെഡിനകത്ത് ഒരൊറ്റ സെഗ്മെന്റ് ഹെഡ് ക്യാപ്സ്യൂൾ ആണ്. അതിനുശേഷം നമ്മൾ തോറാക്സിൽ 3 സെഗ്മെന്റ് ഉണ്ട്, പ്രോ തോറാക്സ്, മീസോ തോറാക്സ്, മെറ്റാ തോറാക്സ്. അതിൽ പ്രോ തോറാക്സ് ഒരു പെയർ ഓഫ് വാക്കിംഗ് ലെഗ്, മീസോ തോറാക്സ് ഒരു പെയർ ഓഫ് വാക്കിംഗ് ലെഗ്, മെറ്റാ തോറാക്സ് ഒരു പെയർ ഓഫ് വാക്കിംഗ് ലെഗ്. പക്ഷേ ചിറകുകൾ എന്ന് പറയുന്നത് 2 പേരേ ഉള്ളൂ. അതായത് അത് മീസോ തോറാക്സ് എന്നും മെറ്റാ തോറാക്സ് എന്നേ ഉള്ളൂ, പ്രോ തോറാക്സ് ഇല്ല. അപ്പൊ മീസോ തോറാക്സ് വരുന്ന വിങ്സിനെ മീസോ തൊറാസിക് വിങ്സ് എന്നാണ് പറയുക. അതിന് ടെഗ്മിന എന്ന് പറയും. അത് ഡാർക്ക് ആൻഡ് ലെതറി ആണ്, പറക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഓർമ്മിക്കുക. മെറ്റാ തൊറാസിക് വിങ്സ്, അതാണ് ഹൈൻഡ് വിങ് എന്ന് പറയാം. അത് ട്രാൻസ്പാരന്റ് ആണ് അല്ലെ? അത് ട്രാൻസ്പാരന്റ് ആയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വിങ് ആണ്, അതാണ് പറക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ 4 വിങ്സ് ഈ വിത്ത് ഡാർക്കർ ടെഗ്മിന, അത് ശരിയല്ല. പ്രസൻസ് ഓഫ് കോഡൽ സ്റ്റൈൽ, ഇതാണ് ഒന്ന്. പ്രസൻസ് ഓഫ് ബോട്ട് ഷേപ്ഡ് സ്റ്റേർണം ഓൺ ദ 9th അബ്ഡോമിനൽ സെഗ്മെന്റ് അല്ല, അത് തെറ്റാണ്. ബോട്ട് ഷേപ്ഡ് നമ്മൾ ഫീമെയിൽ ബ്രൂഡ് പൗച്ച് പറയുന്നത്. പ്രസൻസ് ഓഫ് ആനൽ സെർഫ്യൂം അല്ല, ആനൽ സെർഫ്യൂം മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ്, ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനൽ സ്റ്റൈൽ എന്ന് പറയാം. ആനൽ സെർസി 2 പേരിലും ഉണ്ട്. പക്ഷെ ആനൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആരിലും മാത്രമേ ഉള്ളൂ? അത് മെയിലില് മാത്രമേ ഉള്ളൂ, ഫീമെയിലിൽ ഇല്ല. കോഡൽ സ്റ്റൈൽ ഓർ ആനൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിലിൽ മാത്രമേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 2 is the right answer. ഇങ്ങനെയാണ് മെയിലിനെ ഫീമെയിലുമായി തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്, അതാണ് കാര്യമായി പഠിക്കേണ്ടത്. ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ചില് നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് പ്രധാനമായി നമ്മൾ നോക്കുമ്പോൾ ഫോർഗട്ട്, മിഡ് ഗട്ട്, ഹൈൻഡ് ഗട്ട് എന്ന 3 ഭാഗങ്ങൾ കാണാം. ഫോർഗട്ട്, എൻറ്റയർ ഫോർഗട്ട് ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, ബാക്കി ഭാഗത്തില്ല. അത് മൗത്ത്, ഫാരിങ്സ് ഒക്കെ കഴിഞ്ഞ് ഈസോഫാഗസ് ഒക്കെ കഴിഞ്ഞ് വന്ന് കാണുന്ന ഭാഗത്തെ ക്രോപ്പ് എന്നാണ് പറയുക. ക്രോപ്പ് കഴിഞ്ഞാൽ ക്രോപ്പ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. അത് കഴിഞ്ഞാൽ കാണുന്ന ഭാഗം ഗിസാഡ് ആണ്.
ഗിസാഡ് എന്ന് പറയുന്നത് അതിനുള്ളിൽ കൈറ്റിനസ് ബ്ലേഡുകളുണ്ട്. ഗ്രൈൻഡിങ് ദ ഫുഡ് ആണ്. ഫോർ സ്റ്റോറിംഗ് ദ ഫുഡ് ആണെങ്കിൽ ഗിസാഡ് പ്രോവെൻട്രിക്കുലസ് എന്ന് പറയും. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രൈൻഡിങ് ദ ഫുഡ് ആണ്. അത്രയും ഭാഗങ്ങൾ മൗത്ത് മുതൽ ഗിസാഡ് വരെയുള്ള ഭാഗങ്ങളാണ് ഫോർഗട്ട്. എൻറ്റയർ ഫോർഗട്ട് ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ ആണ്. ഇനി ഫോർഗട്ട് കഴിഞ്ഞാൽ അടുത്ത മിസെൻട്രോൺ എന്ന് പറയുന്ന മിഡ്ഗട്ട് ആണ്. അത് രണ്ടിനെയും ഇടയ്ക്ക്, അതായത് ശ്രദ്ധിക്കുക, ഫോർഗട്ടിനും മിഡ്ഗട്ടിനും, ഇത് ചോദിക്കും, ഫോർഗട്ടിനും മിഡ്ഗട്ടിനും ഇടയ്ക്ക് കാണുന്ന 6 മുതൽ 8 വരെയുള്ള ബ്ലൈൻഡ് ട്യൂബ്യൂൾസിനെ നമ്മൾ ഹെപ്പാറ്റിക് സീക്ക അഥവാ എന്താ പറയുക ഗ്യാസ്ട്രിക് സീക്കെ എന്ന് പറയും. അവരാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 6 മുതൽ 8 എണ്ണമാണ്. അത് ഫോർഗട്ടിനും മിഡ്ഗട്ടിനും ഇടയ്ക്കാണ്. ഇനി മിഡ്ഗട്ട് കഴിഞ്ഞാൽ അടുത്ത ഭാഗം കുറച്ചുകൂടെ ബ്രോഡറായ ഹൈൻഗട്ട് ആണ്. അവിടെ നിങ്ങൾ കാണുന്ന അതിന്റെ ജംഗ്ഷനില്, മിഡ്ഗട്ടിന്റെയും ഹൈൻഗട്ടിന്റെയും ജംഗ്ഷനില് നിങ്ങൾ കാണുന്നത് 100 to 150 യെലോയിഷ് ഓർ വൈറ്റിഷ് മെൽപീച്ചിയൻ ട്യൂബ്യൂൾ ആണ്, എക്സ്ക്രീറ്ററി ഓർഗാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓർഗാൻസ് ഇൻ ദ അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച് സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ആണ്. എങ്ങനെ വരിക? ഫാരിങ്സ് കഴിഞ്ഞിട്ട് ഈസോഫാഗസ് കഴിഞ്ഞിട്ട് ഗിസാഡ് അല്ല, ഗിസാഡിന്റെ മുമ്പേ ക്രോപ്പ് ഉണ്ട്, ഇത് തെറ്റാണ്. പിന്നെ ഫാരിങ്സ് ഈസോഫാഗസ് കഴിഞ്ഞിട്ട് ഗിസാഡ് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ക്രോപ്പ്, അതും തെറ്റാണ് അല്ലെ? അപ്പൊ ഇതും തെറ്റി, ഇതും തെറ്റി. ഫാരിങ്സ് ഈസോഫാഗസ് ഇലിയം കഴിഞ്ഞിട്ടല്ല ക്രോപ്പ്, അപ്പൊ അതും തെറ്റി. ഫാരിങ്സ് ഈസോഫാഗസ് ക്രോപ്പ് കഴിഞ്ഞാൽ ഗിസാഡ് കഴിഞ്ഞാൽ മിസെൻട്രോൺ, അതായത് മിഡ്ഗട്ട്, പിന്നെ ഇലിയം കോളൻ റെക്ടം എന്ന് പറയുന്ന ഹൈൻഗട്ട്. അപ്പോൾ ശരിയുള്ളത്, ഈ പറഞ്ഞതിൽ ശരിയുള്ളത് 4 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. അടുത്തത് ദ വിഷൻ ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ വിഷൻ എന്താ? നമുക്കറിയാം കോക്രോച്ചിന് സിമ്പിൾ ഐ അല്ല, കോമ്പൗണ്ട് ഐ ആണ്. ഏകദേശം 2000-ഓളം ചെറിയ ഐകൾ ഒമാറ്റീഡിയ എന്ന് പറയും. ആ ഒമാറ്റീഡിയ ഇങ്ങനെ കുറെ ഐ ഉപയോഗിച്ചുള്ള ഈ വിഷനെ മൊസൈക്ക് വിഷൻ എന്നാണ് പറയുക. ആ മൊസൈക്ക് വിഷന്റെ പ്രത്യേകത എന്താ? അതിന് സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, റീസൊല്യൂഷൻ കുറവായിരിക്കും. ഇപ്പൊ വിഷൻ ഓഫ് കോക്രോച്ച് എന്ന് പറയുന്നത് മോർ സെൻസിറ്റീവ് ആണ്, വിത്ത് ലെസ് റീസൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നൊക്ടേണൽ, ഇതൊരു നൊക്ടേണൽ ഓംനിവോർ ആണ്. നൊക്ടേണൽ, രാത്രി കാലത്ത് സഞ്ചരിക്കുന്ന ഒരു ഓംനിവോർ ആണ് കോക്രോച്ച് എന്ന് പറയാം. വെരി പുവർ ഡ്യൂറിങ് നൈറ്റ് അല്ല, ലെസ് സെൻസിറ്റീവ്, അത് തിരിച്ചിട്ടാണ് വേണ്ടത്. ഹൈ റീസൊല്യൂഷൻ അല്ല, അതായത് മോർ സെൻസിറ്റിവിറ്റി ഈസ് ഹൈ, റീസൊല്യൂഷൻ ഈസ് ലെസ്. അതുകൊണ്ടാണ് നൊക്ടേണൽ വിഷൻ വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 1 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13, ദ ഡെവലപ്മെന്റ് ഓഫ് പെരിപ്ലാനറ്റ അമേരിക്കാന. പെരിപ്ലാനറ്റ അമേരിക്കാനയുടെ, അതായത് കോക്രോച്ചിന്റെ ആ ഒരു ഡെവലപ്മെന്റിന് എന്താ നമ്മൾ പറയുക? നിങ്ങൾക്കറിയാം, സാധാരണ മെറ്റമോർഫോസിസ് അല്ല അവിടെ നടക്കുന്നത്. കോക്രോച്ചിന്റെ എഗ്, ഊത്തീക്കയിലുള്ള ഈ എഗ്, ഫെർട്ടിലൈസ്ഡ് എഗ് വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ നേരിട്ട് നിംഫ് എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അല്ലാതെ ലാർവയായി, പ്യൂപ്പയായി, അഡൽട്ടായി പോവുകയല്ല. അതെന്താ ചെയ്യുന്നത്? ഇപ്പൊ ലാർവയും അഡൽട്ടും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇവിടെ നിംഫ് എന്ന് പറയുന്ന ഈ അവസ്ഥ, എഗ്ഗിൽ നിന്ന് നിംഫാവും, നിംഫിൽ നിന്ന് കോക്രോച്ച് ആവും. ആ നിംഫും അതേപോലെ കോക്രോച്ച് അഡൽട്ടും തമ്മിൽ കാര്യമായ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കുഞ്ഞൻ കോക്രോച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ നിംഫ് എന്ന് പറയാം. പക്ഷേ അതിന് വിങ്സ് ഉണ്ടാവില്ല. അഡൽട്ടിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? വിങ്സ് ഉണ്ടാവുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. കണ്ടാൽ ഏകദേശം വിങ്സ് ഇല്ലാത്ത കോക്രോച്ച് പോലെ ഇരിക്കും. അത്തരത്തിലുള്ള ഡെവലപ്മെന്റിനെ പ്യൂറോ മെറ്റബോളസ് എന്നാണ് പറയുക, ത്രൂ നിംഫൽ സ്റ്റേജ്. ആ നിംഫിലൂടെയുള്ള ഡെവലപ്മെന്റിനെ പ്യൂറോ മെറ്റബോളസ് എന്ന വാക്കിലാണ് നമ്മൾ പറയുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 13 is the right answer. ഓർമ്മിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്താ? ദ thorax ഓഫ് കോക്രോച്ച് കൺസിസ്റ്റ് ഓഫ് 6 ഗാംഗ്ലിയ while the abdomen consists of 3 ഗാംഗ്ലിയ. ശരിയോ തെറ്റോ? എത്ര ഗാംഗ്ലിയ ഉണ്ട്? 9 ഗാംഗ്ലിയ ശരി തന്നെയാണ്. പക്ഷേ 6 എണ്ണം എവിടെയല്ല? 6 തോറാക്സിനകത്ത് 6ഉം ആബ്ഡമിനകത്ത് 3ഉം അല്ല. ആബ്ഡമിനകത്ത് 6ഉം തോറാക്സിനകത്ത് 3ഉമാണ്. 3, 6 എന്നാണ്. ഇപ്പൊ തോറാക്സിനകത്ത് 3ഉം ആബ്ഡമിനകത്ത് 6ഉമാണ്. അപ്പൊ അത് തെറ്റല്ലേ? തിരിച്ചിട്ടാണ്. നമ്പറൊക്കെ ശരിയാ, പക്ഷെ തിരിച്ചിട്ടാണ്. ദ നെക്സ്റ്റ് ടു ലാസ്റ്റ് നിംഫൽ സ്റ്റേജ് കോക്രോച്ച് പൊസസ് വിങ്സ്. ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് ടു ലാസ്റ്റ് നിംഫൽ സ്റ്റേജ് കോക്രോച്ചിന് വിങ്സ് ഉണ്ടാവില്ല, വിങ് പാഡുകളെ ഉണ്ടാവുള്ളൂ. വിങ്സ് ഉണ്ടാവുന്നത് അഡൽട്ടിൽ മാത്രമാണ്. അപ്പൊ നെക്സ്റ്റ് ടു ലാസ്റ്റ് നിംഫൽ സ്റ്റേജ് ഓഫ് കോക്രോച്ചില്
എന്താ വിങ് പാഡുകൾ ഉണ്ടാവും, പക്ഷെ വിങ്സ് ഉണ്ടാവില്ല. അത് അഡൽട്ട് കോക്രോച്ചിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ എന്താ വരിക? ബോത്ത് 1 and 2 ആർ ഫോൾസ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 14 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞത് കോക്രോച്ചിനെയും അതേപോലെ ടിഷ്യൂനൊക്കെ പറ്റി പറഞ്ഞെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ്? ഫ്രോഗിനെ പറ്റിയിട്ടാണ്. ഫ്രോഗ് ജസ്റ്റ് വളരെ സിമ്പിൾ ആണ്. കോക്രോച്ചിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ സിമ്പിൾ ആണ് ഫ്രോഗ്. എന്താണ് നമ്മളെ ചോദ്യം? മെയിൽ ഫ്രോഗ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഫീമെയിൽ ഫ്രോഗ് ബൈ ദ പ്രസൻസ് ഓഫ്. മെയിലും ഫീമെയിലും കോക്രോച്ചിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കോഡൽ സ്റ്റൈൽ ഓർ ആനൽ സ്റ്റൈൽ എന്ന് പറയുന്നതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് മെയിൽ ഫ്രോഗിനെ എങ്ങനെയാണ് ഫീമെയിൽ ഫ്രോഗുമായിട്ട് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ടെന്ന് പറയാം. അതായത് നിങ്ങൾക്കറിയാം വോക്കൽ സാക്സ്, ഈ മഴ പെയ്യുന്ന സമയത്ത് കരയുന്ന തവള, അത് മെയിലാണ്, കാരണം വോക്കൽ സാക്സ് ഉണ്ട്. അതുപോലെ ഈ ആംപ്ലെക്സസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് കോപ്പുലേറ്ററി പാഡുകൾ ഉണ്ട്. അത് എവിടെയാ കാണപ്പെടുന്നത്? ഫസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ദ ഫോർലിംബ് ആണ്. അത് ശരിയാണ്. ഹൈൻലിംബ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഫസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ദ ഫോർലിംബ്, ഫോർലിംബിന്റെ ആദ്യത്തെ ഡിജിറ്റിൽ കാണുന്ന ഒരു പാഡ്, അതിനെയാണ് നമ്മൾ കോപ്പുലേറ്ററി പാഡ് എന്ന് പറയാം. അതുപോലെ വോക്കൽ സാക്കുകൾ, ഇത് രണ്ടും മെയിലിൽ മാത്രമേ ഉള്ളൂ. നെക്ക് ആൻഡ് ടെയിൽ ആബ്സെന്റ്, അത് മെയിലും ഫീമെയിലും ഒരുപോലെയാ. ഹൈൻഡ് ലിംസ് ആൻഡ് ഇൻ 5 ഡിജിറ്റ്സ്, അത് രണ്ടിലും ഉണ്ട്. ഫോർ ലിംസിൽ 4ഉം ഹൈൻഡ് ലിംസിൽ 5 ഡിജിറ്റ്സ് ആണ്. അത് രണ്ടിലും സെയിം ആണ്. ഐസ് ആർ ബൾജഡ് ആൻഡ് കവേർഡ് ബൈ നിറ്റാക്റ്റിംഗ് മെംബ്രെയിൻ, ഇത് രണ്ടിലും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെയിലിനെ എങ്ങനെ ഫീമെയിലുമായി തിരിച്ചറിയാമെന്നാണ്. അപ്പൊ വോക്കൽ സാക്സും കോപ്പുലേറ്ററി പാഡും അത് ഫസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ദ ഫോർലിംബ്. ഹൈൻഡ് ലിംബ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഈ ഫ്രോഗിന്റെ അലിമെന്ററി കനാൽ ലോങ് ആണോ ഷോർട്ട് ആണോ? അതായത് അലിമെന്ററി കനാൽ ഓഫ് ഫ്രോഗ് ഷോർട്ട് ആണ്. എന്തുകൊണ്ടാണ് ആ ഷോർട്ട് ആവാൻ കാരണം? അതായത് അലിമെന്ററി കനാൽ ഷോർട്ട്, ഇന്റസ്റ്റൈൻ ദ ലെങ്ത് ഈസ് റിഡ്യൂസ്ഡ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് കാർണിവോറസ് നാച്ചർ. ഏറ്റവും ലെങ്ത് ഉള്ള അലിമെന്ററി കനാൽ ഉള്ളത് ഹെർബിവോറസിനാണ്. പക്ഷേ കാർണിവോറസ് ആയ, കാരണം സെല്ലോസ് ഡയറ്റേഷനും കാര്യങ്ങൾക്കൊക്കെയാണ്. അതേ സമയത്ത് കാർണിവോറസ് ഡയറ്റ് ഉപയോഗിക്കുന്നത്, കാർണിവോറസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്രോഗിന്റെ അലിമെന്ററി കനാൽ ഷോർട്ട് ആവുന്നത്, ഇന്റസ്റ്റൈന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 16 2 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 17, സാധാരണ നിങ്ങൾക്കറിയാലോ ഫ്രോഗ് ഒരു ആംഫീബിയൻ ആണ്. വൈ ഇറ്റ് ഈസ് ആൻ ആംഫീബിയൻ? ബിക്കോസ് ഇറ്റ് ക്യാൻ ലിവ് ബോത്ത് ഇൻ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ വെള്ളത്തിൽ വീണാൽ മരിച്ചു പോകും. പല മീനിനെയും വെള്ളത്തിന് പുറത്തിട്ടാൽ ആ മീൻ ചത്തുപോകും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു അവർക്ക് ഒരൊറ്റ ടൈപ്പ് റെസ്പിറേഷനേ ഉള്ളൂ. എന്നാൽ ആംഫീബിയയ്ക്ക് ഒന്നിൽ കൂടുതൽ ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ട്. അത് എന്തൊക്കെയാണ്? അത് വെള്ളത്തിലായിരിക്കുമ്പോൾ അത് എന്തുപയോഗിക്കുന്നു? സ്കിൻ ഉപയോഗിക്കുന്നു. അതായത് ക്യൂട്ടാനിയസ് എന്ന് പറയും. അപ്പൊ വെള്ളത്തിലായിരിക്കുമ്പോൾ അത് സ്കിൻ ഉപയോഗിക്കുന്നു, ക്യൂട്ടാനിയസ്. കരയിലായിരിക്കുമ്പോൾ സ്കിൻ ഉപയോഗിക്കാം, ലങ്സ് ഉപയോഗിക്കാം, പൾമോണറി, ബക്കൽ കാവിറ്റി ആൻഡ് ഫാരിങ്സ്, ബെക്കോഫാരിഞ്ചിയൽ, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ റെസ്പിറേഷൻ ഉണ്ട്. പക്ഷെ വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിൻ ഉപയോഗിക്കാം, കരയിലായിരിക്കുമ്പോൾ സ്കിൻ ഉപയോഗിക്കാം. എയ്സ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ, അതായത് വിന്റർ സ്ലീപ്പ് ആൻഡ്, നമ്മൾ എയ്സ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പ് ആണ്, അല്ലെ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ വിന്റർ സ്ലീപ്പ് ആണ്. ഈ രണ്ട് സമയത്തും ഇത് ഉപയോഗിക്കുന്നത് സ്കിന്നാണ്. ഇപ്പൊ നമ്മളെ ചോദ്യം, ഡ്യൂറിങ് എയ്സ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ ഓഫ് ഫ്രോഗ് gaseous exhale take place through skin ആണ്, സ്കിന്നിലൂടെയാണ്. അതുകൊണ്ടാണ് സ്കിൻ ഈസ് ദ മേജർ റെസ്പിറേറ്ററി ഓർഗാൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം എക്സ്ക്രീറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ അതായത് മെയിൽ ഫ്രോഗില് സാധാരണ നിങ്ങൾക്കറിയാം അതിന്റെ യുറേറ്റർ എന്ന് പറയുന്നത്, അതിലൂടെ തന്നെയാണ് യൂറിനും വരുന്നത്, സ്പേമും വരുന്നത്. യൂറിനും സ്പേമും കൂടെ തന്നെയാണ് വരുന്നത്, ആ ഒരു യുറേറ്റർ എന്ന ട്യൂബിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഈ മെയിലിൽ മാത്രം യുറേറ്ററിൽ കൂടെ യൂറിനും വരും, അതേപോലെ തന്നെ സ്പേമും വരും. അപ്പൊ അത് എന്ത് ഡക്റ്റാ? യുറിനോ ജെനൈറ്റൽ ഡക്റ്റ് ആണ്, യൂറിനറി ഡക്റ്റ് അല്ല. എന്നാൽ ഫീമെയിൽ ഫ്രോഗില് എന്താ? യുറേറ്ററിലൂടെ യൂറിൻ മാത്രമേ വരുള്ളൂ, അത് യൂറിനറി ഡക്റ്റ് ആണ്. ഓവം വരുന്നത് ഓവി ഡക്റ്റ് സെപ്പറേറ്റ് ആണ്, മനസ്സിലാക്കണം. അതായത് മെയിൽ ഫ്രോഗില് യൂറിനും അതേപോലെ സ്പേമും വരുന്നത് യുറേറ്റർ വഴി വന്നിട്ടാണ് ക്ലോയക്ക എന്ന ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ യുറിനോ ജെനൈറ്റൽ എന്ന് പറയാം മെയിലിൽ മാത്രം.
എന്നാൽ ഫീമെയിലിൽ യൂറിൻ വരുന്നത് യുറേറ്റർ വഴിയും ഓവിഡക്റ്റ് വരുന്നത് ഓവം വരുന്നത് ഓവിഡക്റ്റ് വഴിയും. ഇത് രണ്ടും കൂടെ ക്ലോയക്കലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോൾ മനസ്സിലായിക്കോളും. അതായത് ടെസ്റ്റിസ് ഈസ് ഫങ്ഷണലി റിലേറ്റഡ് ടു കിഡ്നി ആണ്, ഓവർ ഈസ് നോട്ട് ഫങ്ഷണലി റിലേറ്റഡ് ടു കിഡ്നി ആണ്. കാരണം ടെസ്റ്റിസ് കിഡ്നി ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റിസ് വർക്ക് ചെയ്യുള്ളൂ. ടെസ്റ്റിസിൽ നിന്ന് വരുന്ന ഈ വാസ എഫറൻഷ്യ കിഡ്നിയുടെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, യുറേറ്റർ വഴി പുറത്തേക്ക് വരുന്നത്, ക്ലോയക്കലേക്ക് സ്പേം വരുന്നത്. എന്നാൽ നമ്മുടെ ഫീമെയിൽ ഫ്രോഗ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താ, അവിടെ ഓവം വരുന്നത് വേറെയും അതേപോലെ തന്നെ യൂറിൻ വരുന്നത് വേറെയാണ്. അപ്പം ഫങ്ഷനലി റിലേറ്റഡ് ആയെന്ന് പറയാൻ പറ്റൂല. കിഡ്നി ഉണ്ടെങ്കിലേ ഈ ഓവം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോൺ ഫങ്ഷനലി റിലേറ്റഡ് എന്ന് പറയുന്നത്. നമ്മളെ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ മെയിൽ ഫ്രോഗ് യുറേറ്റർ ആക്ടാസ്. യുറേറ്റർ എന്താ, യുറിനോ ജനൈറ്റൽ ഡക്റ്റ് ആണ് അല്ലെ, യുറിനോ ജനൈറ്റൽ ആണ്. യൂറിനും അതേപോലെ തന്നെ സ്പേമും ഒന്നിച്ചു പോകുന്ന ഭാഗമാണ് യുറേറ്റർ എന്ന് പറയാം മെയിലില്. ഓക്കെ, ഫീമെയിലില് യുറേറ്റർ മാത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, 1 is the right answer. ക്വസ്റ്റ്യൻ നമ്പർ 19. നമ്മുടെ ഫ്രോഗിന് ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻ ബ്രെയിൻ ഉണ്ട്. അതിൽ മിഡ് ബ്രെയിനില് അല്ല ഹൈൻ ബ്രെയിനിൽ എന്തൊക്കെയാണ് ആ ചോദ്യം. ഹൈൻ ബ്രെയിനിൽ എന്തൊക്കെയാ ഉള്ളത്? നമ്മൾ സാധാരണ പറയും പോലെ ഫോർ ബ്രെയിനിൽ സെറിബ്രം ഉണ്ട്, ഡയൻസെഫലോൺ ഉണ്ട് അല്ലെ. പിന്നെ അതേ സമയത്ത് മിഡ് ബ്രെയിനകത്ത് 2 സ്വെല്ലിംഗ് ആണ്. നമ്മൾ സാധാരണ നമ്മളെ മിഡ് ബ്രെയിൻ മനുഷ്യന് 4 റൗണ്ട് സ്വെല്ലിംഗ് ആണ്, കോർപ്പറ ക്വാഡ്രിജെമിന എന്ന് പറയും. ഇവർക്ക് ഈ ഒപ്റ്റിക് ലോബ് എന്ന് പറയുന്നത് 2 എണ്ണം ഉള്ളൂ. അതുപോലെ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സെറിബെല്ലവും മെഡുല ഒബ്ലോങ്കറ്റയും ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈൻഡ് ബ്രെയിൻ ഓഫ് ഫ്രോഗ് കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം ഉണ്ട്, മെഡുല ഒബ്ലോങ്കറ്റ ഉണ്ട്. ഓൾഫാക്ടറി ലോബ് ആൻഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് അത് ഫോർ ബ്രെയിനിലാണ്. പെയർ ഓഫ് ഒപ്റ്റിക് ലോബ് അത് മിഡ് ബ്രെയിൻ ആണ്. സെറിബ്രം അത് ഫോർ ബ്രെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്താ, സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലോങ്കറ്റയാണ് എന്തിൽ വരുന്നത്, ഹൈൻഡ് ബ്രെയിൻ ഓഫ് ഫ്രോഗ്. നല്ല ഡെവലപ്ഡ് ആണ് ഫ്രോഗില് നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റവും, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ഒക്കെ ഇതിനകത്തും ഉണ്ട് മനുഷ്യനെ പോലെ. അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ പെയർ ഇൻ റെഫറൻസ് ടു ദ ഫ്രോഗ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് ഏതെന്നാണ്, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദ്യം. ഹിയറിംഗിന് ടിംബനമാണ്. ടിംബനം ഹെൽപ്പ് ഇൻ ഹിയറിംഗ്, കേൾക്കാൻ വേണ്ടി ടിംബനം യൂസ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് എക്സ്റ്റേണൽ, വിത്ത് എക്സ്റ്റേണൽ തെറ്റാണ്. അതായത് എക്സ്റ്റേണൽ ഇയർ ഇല്ല, അതാണ് കൃത്യമായിട്ട് ഓർമ്മിക്കുക. നമുക്ക് എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, പക്ഷെ ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ഇല്ല. ഫ്രോഗിന് ഏറ്റവും പുറത്ത് കാണുന്നത് ടിംബനമാണ്. നമുക്ക് ഈ പിന്ന ഇയർ കനാൽ കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്, ഈ ഒരു എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞിട്ടാണ് ടിംബനം, അതിന്റെ ആ എൻഡിലാണ് ടിംബനം കാണുന്നത്. എന്നാൽ ഇവർക്ക് ഫ്രോഗില് ടിംബനമാണ് ഏറ്റവും പുറത്ത് കാണുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഇയർ ഇല്ല. വിത്ത് എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, വിത്തൗട്ട് ആണ്. ടച്ച് സെൻസറി പാപ്പിലയാണ്. സ്മെല്ല് നാസൽ എപ്പിത്തീലിയമാണ്. വിഷൻ സിമ്പിൾ ഐ ആണ്. കോക്രോച്ചിന് കോമ്പൗണ്ട് ഐ ആണെങ്കിൽ ഇതിന് സിമ്പിൾ ഐ ആണ്. അപ്പൊ അതൊക്കെ ശരിയാണ്. ഇതിൽ തെറ്റുള്ളത് 1 അല്ലേ. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഐയും ഇയറും ഒഴിച്ച് ബാക്കിയൊക്കെ ഒരു തട്ടിക്കൂട്ടുകളാണ്. മനസ്സിലായല്ലേ? ഇയറും ഐയുമാണ് യഥാർത്ഥത്തിലുള്ള സെൻസ് ഓർഗാൻ, ബാക്കിയൊക്കെ നെർവ് എൻജിൻസ് മാത്രമാണ്, അല്ലാതെ കൃത്യമായ ഒരു സെൻസ് ഓർഗാൻ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 20, 1 is the right answer. ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 21. സെലക്ട് ദ കറക്റ്റ് റൂട്ട് ഓഫ് പാസേജ് ഓഫ് സ്പേം ഇൻ മെയിൽ ഫ്രോഗ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മെയിലില് ഈ ടെസ്റ്റിസ് ഈസ് ഫങ്ഷണലി റിലേറ്റഡ് ടു കിഡ്നി ആണ്. കിഡ്നിയിലൂടെ കടന്നു പോകണം, യുറേറ്ററിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ടെസ്റ്റിസ് ശരിയാണ്. ബിഡേഴ്സ് കനാൽ കഴിഞ്ഞിട്ടല്ല കിഡ്നി വരുന്നത്. കിഡ്നിക്കുള്ളിലുള്ള ഒരു കനാലാണ് ബിഡേഴ്സ് കനാൽ. ടെസ്റ്റിസ് വാസ എഫറൻഷ്യ, കിഡ്നി സെമിനൽ വെസിക്കിൾ അതല്ല. ടെസ്റ്റിസ് ഇത് മൂന്നാമത്തെ ശരിയാണ്, തെറ്റാന്ന് പറയാൻ പറ്റൂല. ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, ബിഡേഴ്സ് കനാൽ. പക്ഷേ യുറേറ്റർ എന്ന് പറയാൻ പാടില്ല. യുറിനോ ജനൈറ്റൽ ഡക്റ്റ് തന്നെ അതിനെ പറയണം, കാരണം അത് വെറും ഒരു യുറേറ്റർ അല്ല. അപ്പൊ അതുകൊണ്ട് അതും തെറ്റാണ്. പിന്നെ ടെസ്റ്റിസ് കഴിഞ്ഞാൽ വാസ എഫറൻഷ്യ, അത് കിഡ്നിയിലെത്തും. കിഡ്നിയിലൂടെ ബിഡേഴ്സ് കനാലിലൂടെ വരും, എന്നിട്ട് യുറേറ്ററായ യുറിനോ ജനൈറ്റൽ ഡക്റ്റിലൂടെ വന്ന് ക്ലോയക്കലെത്തും. സോ ഫോർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 21, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22 ഒരു അസർഷൻ റീസൺ ആണ്, നോക്കാം. ഇൻ ഫ്രോഗ് വാസ്കുലാർ സിസ്റ്റം
കോമ്പോസിഷൻ ഓഫ് ലിംഫ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബ്ലഡ്. മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഫ്രോഗിന്റെ സിസ്റ്റം, കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഫ്രോഗിന്റെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണ്. അവിടെ ബ്ലഡും ഉണ്ട്, ലിംഫും ഉണ്ട്, ബ്ലഡ് വെസൽ ഒക്കെ ഉണ്ട്. പക്ഷെ ആ ലിംഫും ബ്ലഡും ഒരേ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ബ്ലഡിലും ലിംഫിലും ഒരേ കോമ്പോസിഷൻ അല്ല, അല്ലേ? ബ്ലഡിനകത്ത് RBC ഉണ്ട്, പക്ഷെ ലിംഫിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടിനും ഒരേ കോമ്പോസിഷൻ അല്ല. ഇൻ ഫ്രോഗ് ലിംഫ് ലാക്ക് RBC, ലിംഫിൽ RBC ഇല്ല ആൻഡ് ഫ്യൂ പ്രോട്ടീൻ. അത് ശരിയാണ്. ലിംഫിനകത്ത് RBCയും ഇല്ല, വലിയ പ്രോട്ടീനുകളും ഇല്ല. അത് ശരിയാണ്. അല്ലാതെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ ബ്ലഡും ലിംഫും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് തെറ്റല്ലേ? ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് തെറ്റും രണ്ടാമത്തെ പോയിന്റ് ശരിയുമാണ്. അപ്പോൾ എന്താ വരിക? അസർഷൻ ഈസ് ഫോൾസ്, റീസൺ ഈസ് ട്രൂ, സോ 4 is the right answer. Question number 22 here. ഇനി question number 23 എടുക്കാം നമുക്ക്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്രോഗ്. ഫ്രോഗിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്കിൻ ആക്ട് ആസ് എ റെസ്പിറേറ്ററി ഓർഗാൻ. ശരിയാണ്. സ്കിൻ റെസ്പിറേറ്ററി ഓർഗാൻ ഇൻ വാട്ടർ. വെള്ളത്തിൽ റെസ്പിറേറ്ററി ഓർഗാൻ ആണ് സ്കിൻ. പക്ഷേ ഓൺലി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വെള്ളത്തിൽ മാത്രമല്ല, വാട്ടറിൽ മാത്രമല്ല, കരയിലും അത് സ്കിൻ ഉപയോഗിക്കാറുണ്ട്. എസ്റ്റിവേഷനും ഹൈബർനേഷനും സ്കിൻ ഉപയോഗിക്കാറുണ്ട്. ഓൺലി ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഫ്രോഗിന് ത്രൂ ടാഡ്പോൾ ലാർവ, വാൽമാക്രി എന്ന് പറയും. ദെൻ ബിഡേഴ്സ് കനാൽ ഈസ് പ്രസന്റ് ഇൻ കിഡ്നി. ശരിയല്ലേ? ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് കിഡ്നിക്കുള്ള കനാലാണ്. ടു വിച്ച് വാസ എഫറൻഷ്യ ഓപ്പൺ. അതിലേക്കാണ് മെയിൽ ഫ്രോഗിലെ വാസ എഫറൻഷ്യ കിഡ്നിയിലെ ബിഡേഴ്സ് കനാലിലോട്ടാണ് തുറന്നിരിക്കുന്നത്. ശരിയാണ്. They possess well defined, well developed renal portal system. ശരിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും, അത് എന്താണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈന് ബ്ലഡ് ലിവർ വഴിയാണ് ഹാർട്ടിൽ എത്തുന്നത്. അതേപോലെ ലോവർ പാർട്ടിൽ നിന്ന് കിഡ്നി വഴിയാണ് എത്തുന്നത്. അതാണ് റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് നമ്മൾ പറയാം. അപ്പോ എന്താ ഇവിടെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും റീനൽ പോർട്ടൽ സിസ്റ്റവും വെൽ ഡെവലപ്ഡ് ആണ് ഫ്രോഗിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആണ്. ഇതിൽ തെറ്റുള്ളത് ഏത് മാത്രമാണ്? ഓൺലി വൺ, അല്ലെ? ബാക്കിയൊക്കെ ശരിയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 23, ക്വസ്റ്റ്യൻ നമ്പർ 23, 1 is the right answer. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 21, 22, 23. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫ്രോഗ്. നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ 2 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഫ്രോഗിനാണ് ഇമ്പോർട്ടന്റ്. എന്നാൽ അതേ സമയത്ത് നീറ്റില് ഈ സിലബസിൽ നമ്മുടെ ടിഷ്യൂവും കോക്രോച്ചും എടുത്തു മാറ്റാത്തിടത്തോളം കാലം തന്നെ നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കണം. ബട്ട് യു ഷുഡ് കോൺസെൻട്രേറ്റ് മോർ ഓൺ ഫ്രോഗിനെ കാര്യമായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആൻഡ് ആനിമൽസ്, സ്ട്രക്ചർ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ഈ ചാപ്റ്റർ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശ രൂപം നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.